ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചിക്കൻ കട്ട്ലറ്റ്സ് എങ്ങനെ വീട്ടിലുണ്ടാക്കുന്നത് എന്നാണ്. സിമ്പിളായ ഒരു കുക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 250 ഗ്രാം ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ടെർമറിക് പൗഡർ, കുറച്ച് സോൾട്ട്, പിന്നെ ക്രഷ് ചെയ്തിട്ടുള്ള പെപ്പർ ആണ് കേട്ടോ ഞാൻ എടുത്ത് കൊടുക്കുന്നത്. പെപ്പർ ഒന്ന് ആഡ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ഒരു ഇത്തിരി വാട്ടർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം. വേവിപ്പിക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിപ്പിച്ചെടുക്കാം. ഒരു സൈഡിൽ 3 പൊട്ടാറ്റോ വേവിപ്പിച്ചെടുത്തിട്ടുണ്ട്. കുക്കറിൽ 2 വിസിൽ വരുന്ന വരെ ഇതൊന്ന് വേവിപ്പിച്ചെടുത്താൽ മതി. പൊട്ടാറ്റോന്റെ സ്കിൻ റിമൂവ് ചെയ്തിട്ട് ഇതൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡിൽ ചിക്കനും വെന്തത് സ്മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് കട്ട്ലറ്റിന്റെ മസാല ആണ് ഉണ്ടാക്കേണ്ടത്. പാൻ ചൂടായ ശേഷം 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ക്യുമൻ സീഡ്സ് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഓണിയൻ ആൻഡ് ഗ്രീൻ ചില്ലി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കോരിയൻഡർ പൗഡർ, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മുളകിന്റെ പച്ച സ്മെൽ പോയ ശേഷം ഇതിലേക്ക് പൊട്ടാറ്റോ സ്മാഷ് ചെയ്തത് ആൻഡ് ചിക്കൻ സ്മാഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫൈനലായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് കോരിയൻഡർ ലീവ്സ്. ഒരിത്തിരി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് കട്ട്ലറ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു സൈഡിൽ 2 മുട്ട എടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു 2 മിനിറ്റ്സ് ഞാൻ ഹൈ സ്പീഡിൽ തന്നെ ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, സ്പൂൺ യൂസ് ചെയ്തിട്ട്. ഒരു സൈഡിൽ ബ്രെഡ് ക്രംസ് ആണ് എടുത്ത് കൊടുക്കുന്നത്. ബ്രെഡ് ക്രംസ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. നമ്മളെ കട്ട്ലറ്റ് മസാല എടുത്തിട്ട് ബൗൾ രീതിയിലാക്കി കൊടുക്കാം. നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് അതേ ഷേപ്പിൽ കട്ട്ലറ്റ്സ് ആക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ റൗണ്ട് ഷേപ്പിലെടുത്ത് ഞാനിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡിൽ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പ് ബ്രെഡ് ക്രംസിലേക്ക് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. സാവകാശം സ്ലോലി മിക്സ് ചെയ്താൽ മതിയാവും. അപ്പം ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട്. ഞാനൊരു ഒരു ഷേപ്പിലാണ് കേട്ടോ എടുത്ത് കൊടുക്കുന്നത്. ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട്ലറ്റ്സ് നമുക്ക് ഷേപ്പാക്കി എടുക്കാൻ പറ്റും. കട്ട്ലറ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു സൈഡിൽ പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ആക്കാൻ വേണ്ടി കോക്കനട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഓയിൽ ചൂടായ ശേഷം ഓരോന്നോരോന്നായിട്ട് കട്ട്ലറ്റ് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാൻ. ഹൈ സ്പീഡ് ആണെങ്കിൽ പെട്ടെന്ന് കറിഞ്ഞു പോകും. കളർക്ക് ടേൺ ആയ ശേഷം ഇത് ഇന്നൊരു സൈഡ് ഫ്രൈ ചെയ്തെടുക്കണം. ജസ്റ്റ് ഓൺലി 1 മിനിറ്റ്സ് മാത്രമേ മതിയാവും ഫ്രൈ ആയി കിട്ടാൻ. ഓൾറെഡി ഇത് ഉള്ളിൽ മസാല ഒക്കെ വെന്തിട്ടുണ്ട്. ഇനി ഒരു 2 ട്രിപ്പ് ആക്കിയിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. കട്ട്ലറ്റ് ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർക്ക് വളരെ ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ. കട്ട്ലറ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ആരും ഉണ്ടാവില്ല അല്ലേ. കുട്ടികൾക്കാണ് ഏറ്റവും ഫേവറേറ്റ്. കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഓയിലിന് നമ്മൾ ഇതുപോലെ തന്നെ ഓരോ പലഹാരങ്ങൾ പൊരിച്ചു കൊടുക്കുക. ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ.